പകുതി പോലും വേണ്ട ഇവിടെ കല്യാണം നടത്താൻ. കണ്ണൂർ സ്ത്രീധനമില്ല. നമ്മുടെ കല്യാണം വീടുകളാണ് നടത്തുന്നത്. വാഷിംഗ് മെഷീനാണോ, ടി വി ആണോ, നിങ്ങൾ എന്തോ പെണ്ണിന് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്, പെണ്ണിന് എന്തുവാ കൊടുക്കുന്നത്. അവിടുത്തെ ഒരു കല്യാണം എടുക്കുവാണെങ്കിൽ ഫുള്ള് ചിലവോടെ ചിലവാണ്. എൻ്റെ അമ്മക്ക് വള കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. സ്വർണ്ണ കഥയെ പറയുന്നെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ കീറും. വാടക വീട്ടിൽ കഴിയുന്ന ആൾക്കാർ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ എന്തുകൊണ്ടും കല്യാണം എന്ന് പറഞ്ഞൊരു ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആലപ്പുഴയാണല്ലോ, കായംകുളം, കണ്ണൂർ, തലശ്ശേരി. അപ്പം ഞങ്ങളുടെ രണ്ട് നാട്ടിലെ ഭാഷയായാലും ഭക്ഷണ രീതി ആയാലും ഓരോ ആചാരങ്ങളായാലും ഓരോ ചടങ്ങുകളായാലും ഫുള്ള് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നതെന്ന് വെച്ചാൽ കല്യാണം. ഇവിടെ മുസ്ലിംസിൻ്റെ കല്യാണത്തിന് ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ട് ഞാൻ പോയിട്ടില്ല. ഹിന്ദുസിൻ്റെ കല്യാണത്തിന് റിസപ്ഷന് ഞാൻ പോയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടത്തുന്നതിൻ്റെ പൈസയുടെ ഒരു പകുതി പോലും വേണ്ട ഇവിടെ കല്യാണം നടത്താൻ. എനിക്കങ്ങനെ മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ സ്ത്രീധനമില്ല. കണ്ണൂർ സ്ത്രീധനമില്ല. അത് തന്നെ വലിയ കാര്യം. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെന്ന് വെച്ചാൽ ഇപ്പോൾ പെണ്ണ് കാണാൻ വരുമ്പോഴേ ചോദിക്കും, ചെറുക്കൻ്റെ വീട്ടുകാർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തോ പെണ്ണിന് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്, പെണ്ണിന് എന്തുവാ കൊടുക്കുന്നതെന്നൊക്കെ ഫസ്റ്റ് ചോദിക്കുന്നത് ഉണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ സ്ത്രീധനം എന്നൊരു സംഭവം ഇല്ല. ഓക്കെ. പിന്നെ കല്യാണം എടുക്കുകയാണെങ്കിൽ കുറേ ചടങ്ങുകളുണ്ട്. ഇപ്പോഴാണ് ഈ ഹൽദിയും അരീക്കുത്തൊക്കെ ഫെമിലിയറായി വന്നത്. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഒരു 6 വർഷമൊക്കെ ആയി. അപ്പോൾ അപ്പോഴൊക്കെ ഹൽദിയൊക്കെ ജസ്റ്റ് വരുന്നതേ ഉള്ളായിരുന്നു. അത് നോർമൽ മൈലാഞ്ചി, കല്യാണം, അടുക്കള കാണൽ, അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കല്യാണം ഉറപ്പിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ വളയിടീച്ചൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടാവും. അതായത് ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് പെണ്ണിന് സ്വർണ്ണകല ഇട്ട് കൊടുത്തിട്ട് പോകുന്നൊരു ചടങ്ങ്. അപ്പോൾ ആ ഒരു വളയിടീച്ചൽ ചടങ്ങിൻ്റെ ഓഡിറ്റോറിയം ആണെങ്കിൽ ഓഡിറ്റോറിയം, വീട്ടിലെ പന്തലാണെങ്കിൽ പന്തൽ, ആ ഒരു ചിലവ്, ഫുഡിൻ്റെ ചിലവ്. പിന്നെ ഒരു നിശ്ചയം ഉണ്ടാകും. അതായത് ചെറുക്കൻ്റെ വീട്ടിൽ നമ്മൾ പോയിട്ട് മാലയും കുറച്ച് പൈസയും കൂടി കൊടുക്കുന്ന ഒരു പരിപാടി, നിശ്ചയം വെച്ച് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ആ ഒരു ചിലവ്, ആ ചെറുക്കന് കൊടുക്കുന്ന ആ ഒരു ചിലവ്. പിന്നെയെന്ന് വെച്ചാൽ കല്യാണം വരുമ്പോൾ കല്യാണത്തിന് തലേന്ന് മൈലാഞ്ചി ഇടിച്ചിലും ചെറുക്കൻ്റെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി വന്ന് പെണ്ണി മൈലാഞ്ചിയുടെ, അതായത് പുടവ കൊടുക്കാൻ വരുന്ന ഒരു പരിപാടി, അതാണ് മൈലാഞ്ചി ഇടിച്ചിൽ എന്ന് പറയുന്നത്. അപ്പം മൈലാഞ്ചി ഇടിച്ചിലിൻ്റെ ചിലവ്, അതായത് പന്തലിൻ്റെ ചിലവ്, അവരുടെ നാട്ടുകാർ, അവരത്രയും പേർ ആൾക്കാരുടെ ഫുഡ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടുകാർ, ബന്ധുക്കൾ, വീട്ടുകാർ, അന്നത്തെ ഒരു ചിലവ്. കല്യാണമെന്ന് വെച്ചാൽ അവിടെ ഓഡിറ്റോറിയത്തിലാട്ടോ നടത്തുന്നത്. അതേസമയം ഇവിടെ കല്യാണം വീടുകളാണ് നടത്തുന്നത്. എന്നെ അതാട്ടോ അതിശയിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറയാം. കല്യാണം ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നത്. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ചിലവ്, ഫുഡിൻ്റെ ചിലവ്, അങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ചെറുക്കൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടി ഈ ബേക്കറിയും പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ എന്തുവാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉപകരണം, ഇപ്പോൾ വാഷിംഗ് മെഷീനാണോ, ടി വി ആണോ, AC ആണോ, ഫ്രിഡ്ജാണോ, ആ സംഭവമായിട്ട് എല്ലാവരും കൂടി ചെറുക്കൻ്റെ വീട്ടിൽ പോകും. ഇപ്പം ആ ഒരു പ്രോസസ്സിന് അടുക്കള കാണൽ എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് അപ്പം അന്നത്തെ ഒരു ചിലവ്, അതായത് അടുക്കള കാണലിന് പോകുന്ന ഒരു ചിലവ്, അതായത് ആൾക്കാരെല്ലാം വണ്ടി വിളിച്ച് പോകുന്ന ചിലവ്. കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ചെറുക്കനും പെണ്ണും നിൽക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും തിരിച്ച് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരണം. അന്നത്തെ ദിവസം ഫസ്റ്റ് നൈറ്റ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് നടക്കുന്നുണ്ടാവുക. പിന്നെ പിറ്റേ ദിവസം ചെറുക്കൻ്റെ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടി തിരിച്ച് ചെറുക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വരും. അതും ഒരു അടുക്കളാണൽ ചടങ്ങ്. അവർ ഈ ബേക്കറിയൊക്കെ ആയിട്ട് വന്നിട്ട് ചെറുക്കനെയും പെണ്ണിനെയും പിന്നെയും തിരിച്ച് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അന്നത്തെ ദിവസം ഫുഡിൻ്റെ ചിലവ്. അപ്പോൾ അവർ മാത്രമല്ല ഉണ്ടാവും, നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും എല്ലാം ഉണ്ടാവും അന്നത്തെ ദിവസത്തെ ഫുഡിൻ്റെ ചിലവ്. പിന്നെയെന്ന് വെച്ചാൽ കല്യാണത്തിന് ചെറുക്കൻ്റെ വീട്ടുകാർ, അതായത് ചെറുക്കൻ പെണ്ണിൻ്റെ അമ്മക്ക് വള കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, സ്വർണ്ണവള കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ സ്വർണ്ണവള കൊടുക്കും. പിന്നെയെന്ന് വെച്ചാൽ പെണ്ണ് താലി കെട്ടിക്കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ പെങ്ങക്ക് സ്വർണ്ണവള ഇടുന്ന ഒരു ചടങ്ങുണ്ട്. കല്യാണത്തിന് ചെറുക്കൻ വരൂലേ, ചെറുക്കൻ വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെണ്ണിൻ്റെ ആങ്ങള ചെറുക്കൻ്റെ കാല് കഴുകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ ആങ്ങളയ്ക്ക് ചെറുക്കൻ ഗോൾഡ് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ചെറുക്കൻ്റെ അമ്മ പാലും പഴവും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. പാലും പഴവും കൊടുത്തു കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ അമ്മക്ക് പെണ്ണൊരു സ്വർണ്ണവള കൊടുക്കണം. ഓക്കെ. ചെറുക്കൻ്റെ പെങ്ങക്ക് ഒരു സ്വർണ്ണവള കൊടുക്കണം, ചെറുക്കൻ്റെ അമ്മക്ക് ഒരു സ്വർണ്ണവള കൊടുക്കണം. അങ്ങനെ രണ്ടൊരു ചടങ്ങുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു കല്യാണം എടുക്കുകയാണെങ്കിൽ ഫുള്ള് ചിലവോടെ ചിലവ് കേട്ടോ. പണമുള്ളവൻ്റെ കാര്യമാണെങ്കിൽ വിട്ടേക്ക്. ഒരു പാവപ്പെട്ടവൻ്റെ കഥയാണ് പറയുന്നതെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ കീറും. ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, മക്കളെ കെട്ടിച്ച് വിടാൻ വേണ്ടിയിട്ട് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വീട് വരെ വിറ്റിട്ട് വാടക വീട്ടിൽ കഴിയുന്ന ആൾക്കാർ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പോലും പറ്റിയിട്ടില്ല.
അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കല്യാണം നടത്തണമെങ്കിൽ അത്രയും പൈസ ചിലവ് അവിടെ ഉണ്ട് കേട്ടോ. അതേസമയം ഇവിടത്തെ കാര്യം എടുക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തോന്നിയ കാര്യം ഇവിടെ സ്ത്രീധനമില്ല. ഇവിടെ അങ്ങനെ സ്ത്രീധനം ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആരും പറയുന്നതോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല സംഭവം. അപ്പോൾ സ്ത്രീധനം ഇല്ല. പിന്നത്തെ കാര്യം വെച്ചാൽ കല്യാണത്തിന് ഞങ്ങളവിടെ 10,000 4,000 കറക്റ്റ് എനിക്ക് എണ്ണം അറിയത്തില്ല, അത്രയും ആൾക്കാരെ വിളിക്കുക, അത്രയും പേർക്കുള്ള ഫുഡൊക്കെ ആക്കണം. ഇവിടെ കല്യാണം എന്ന് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് കല്യാണം, ഓഡിറ്റോറിയം ഇല്ല. നല്ല റിച്ച് ടീംസൊക്കെ ആണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നടത്തും. പക്ഷെ ഞാൻ അധികം കണ്ടിട്ടുള്ളത് പെണ്ണിൻ്റെ വീട്ടിലാട്ടോ കല്യാണം. പിന്നെ ഈ ഞങ്ങളുടെ നാട്ടിലെ കൂട്ട് അത്ര ആൾക്കാരൊന്നുമില്ല. പെണ്ണിൻ്റെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരും ബന്ധുക്കളും അവർക്ക് വേണ്ടപ്പെട്ട നാട്ടുകാരും അത്രയും പേരെ ഈ ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് കല്യാണത്തിന് പോകത്തുള്ളൂ. അപ്പോൾ കല്യാണത്തിന് അവിടെ അത്ര ആൾക്കാരെ ഉണ്ടാവും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പെണ്ണിൻ്റെ സൈഡാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ തലേന്നൊരു റിസപ്ഷൻ ഉണ്ടാവും, പിറ്റേന്ന് കല്യാണം. ചെറുക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കല്യാണം, പിന്നെ കല്യാണത്തിൻ്റെ വൈകിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ടാവും. അത്ര ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ കല്യാണം ക്ലോസ് ആവുക. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സംഭവം ലീഗലി സ്റ്റോപ്പാക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സ്ത്രീധനം ഉണ്ടോ എങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ നിന്ന് വന്നിട്ട് 6 വർഷമായി. ഞാൻ വരുമ്പോൾ ഉള്ള കാര്യം കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങളുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ എന്തുകൊണ്ടും കല്യാണം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്. അത്ര ചിലവില്ല, സ്ത്രീധനമില്ല. അപ്പം എനിക്കപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കണമെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറെ വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.